അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനതൂബു ഇലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅമാലിനാ. മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുളിൽ ഫലൻ തജിദ ലഹു വലിയ്യൻ മുർഷിദാ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വകഫാ ബില്ലാഹി ഷഹീദാ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹമുള്ള സഹോദരങ്ങളെ, കാരുണ്യവാനായ അർഹമുറാഹിമീനായ സർവശക്തനായ അല്ലാഹുവിൻ്റെ രക്ഷയും സമാധാനവും കൃപയും കാരുണ്യവും നമ്മിലെല്ലാം സദാ വർഷിക്കുമാറാവട്ടെ. സ്വർഗം നേടിത്തരുന്ന പ്രവാചകാധ്യാപനങ്ങൾ എന്നുള്ള ഒരു വിഷയമാണ് ഇന്ന് നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളത്. വാസ്തവത്തിൽ എന്തിനു വേണ്ടിയായിരുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു നിയോഗിച്ചത്? തീർച്ചയായും സ്വർഗത്തെക്കുറിച്ച് അറിയിക്കുവാനും പഠിപ്പിക്കുവാനും ആ സ്വർഗത്തിൻ്റെ മാർഗത്തിലേക്ക് ജനസഹസ്രങ്ങളെ ക്ഷണിക്കുന്നതിനും വേണ്ടിയാണ് എന്നുള്ളതാണ്. പരിശുദ്ധ ഖുർആൻ അത് ആവർത്തിച്ചുകൊണ്ട് വ്യക്തമാക്കുന്നുണ്ട്. സൂറ ആൽ ഇമ്രാൻ 3-ാം അധ്യായം അതിൻ്റെ 164-ാം സൂക്തത്തിൽ അല്ലാഹു തആല പറയുന്നു, ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീൻ, നിശ്ചയം അല്ലാഹു സത്യവിശ്വാസികളുടെ മേൽ അനുഗ്രഹം ചൊരിഞ്ഞിരിക്കുന്നു. എന്താണ് ആ അനുഗ്രഹം? സമ്പത്താണോ? അധികാരമാണോ? അല്ലെങ്കിൽ ഭൗതികമായ അങ്ങനെയുള്ള കാര്യങ്ങളാണോ? അല്ല, ഇത് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം, അവരിൽ നിന്നു തന്നെയുള്ള ഒരു റസൂലിനെ അവർക്ക് നിയോഗിച്ച ആ ഒരു സന്ദർഭം. യത്ലു അലൈഹിം ആയാതിഹി, ആ റബ്ബിൻ്റെ ദൃഷ്ടാന്തങ്ങൾ, ആ റബ്ബിൻ്റെ സൂക്തങ്ങൾ, ആ പരിശുദ്ധനായ നാഥന്റെ വചനങ്ങൾ അദ്ദേഹം അവർക്ക് ഓതി കേൾപ്പിക്കുന്നു. വയുസക്കീഹിം, എന്നിട്ട് ആ ജനങ്ങളെ സംസ്കരിക്കുകയും ചെയ്യുന്നു. വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ, വേദഗ്രന്ഥവും വിജ്ഞാനവും അവരെ പഠിപ്പിക്കുന്നു. ഇതാണ് പ്രവാചകന്റെ ആ നിയോഗമന ലക്ഷ്യം. അഥവാ സ്വർഗത്തിന്റെ കവാടങ്ങളിലേക്ക് കടന്നു പോകുന്ന ആളുകളായി മാറാൻ, അവരെ അതിലേക്ക് ക്ഷണിക്കുക എന്നുള്ള മഹനീയമായ ദൗത്യമാണ് പ്രവാചകൻ നടത്തിയിട്ടുള്ളത്. 33-ാം അധ്യായം
21-ാമത്തെ സൂക്തത്തിൽ പലപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു വചനമാണല്ലോ, ലഖദ് കാന ലകും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. പ്രവാചകനിൽ ഉത്തമമായ മാതൃകയുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ വിജയം സ്വർഗം നേടുക എന്നതാണ് ഏറ്റവും വലിയ വിജയം. ആ വിജയം കരസ്ഥമാക്കുവാൻ വേണ്ടി നമ്മൾ മാതൃകയാക്കേണ്ടത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആ പ്രവാചകനെ മാതൃകയാക്കുക എന്നുള്ളത് ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ, അല്ലാഹുവിനെ പ്രതീക്ഷിക്കുന്ന, പരലോക വിജയം ആഗ്രഹിക്കുന്ന അങ്ങനെയുള്ള ആളുകൾ, വദക്കറല്ലാഹ കസീറ, അല്ലാഹുവിനെ ധാരാളമായി സ്മരിക്കുന്ന അങ്ങനെയുള്ള ആളുകൾക്ക് റസൂലിൽ ഉത്തമമായ മാതൃകയുണ്ട് എന്ന് പറയുമ്പോൾ പ്രിയമുള്ളവരെ, അതെന്താ വ്യക്തമാക്കുന്നത്? പരലോക വിജയം എന്ന് പറഞ്ഞാൽ നരകമോചനം, സ്വർഗപ്രവേശനം. അപ്പോൾ ആ ഒരു വഴി കാണിക്കുക എന്നുള്ളതാണ് പ്രവാചകന്റെ നിയോഗമന ലക്ഷ്യം. സ്വർഗം എന്ന് പലരും പറയാറുണ്ട്. സ്വർഗം എന്നുള്ളത് കഥയിലുണ്ട്, നോവലിലുണ്ട്. സ്വർഗം എന്നുള്ളത് പാട്ടിലുണ്ട്, സിനിമയിലുണ്ട്. സ്വർഗം എന്നുള്ളത് പത്രത്തിലുണ്ട്, ടി വിയിലുണ്ട്. പക്ഷേ ആ സ്വർഗം എന്ന് പറയുന്നത് അത് നേടണമെങ്കിൽ അള്ളാഹുവിന്റെ കിതാബ് പറയുന്നത് ഒന്നാമതായിക്കൊണ്ട് അൽ ഈമാൻ, അള്ളാഹുവിലുള്ള വിശ്വാസം വേണം, ഈമാന് വേണം. ഈമാനില്ല എങ്കിൽ സ്വർഗമില്ല. അവൻ പർവ്വത സമാനമായ സുഹൃതങ്ങൾ ചെയ്തിട്ടുണ്ട് എങ്കിൽ പോലും, എത്ര നന്മ ചെയ്താലും വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള ഈമാൻ എന്ന് പറയുന്ന സംഗതികളുണ്ടല്ലോ, ചുരുക്കത്തിൽ ഈമാൻ കാര്യങ്ങൾ എന്ന് പറയാറുണ്ടല്ലോ, അത് ഒന്നിച്ച് അടിയുറച്ച് വിശ്വസിക്കുന്നില്ല എങ്കിൽ അവന് എന്ത് ചെയ്തിട്ടും കാര്യമില്ല. അള്ളാഹുവിന്റെ അടുക്കൽ അത് ഒരു സ്വർഗം നേടാൻ അവന് കഴിയില്ല എന്നുള്ളതാണ്. ഖുർആനില് ഒരുപാട് ആയത്തുകൾ ആവർത്തിച്ചുകൊണ്ട് പറയുകയാണ് ഈമാന് വേണം. അതാണ് ഒന്നാമത്തെ ഷർത്ത്. സ്വർഗത്തിലേക്ക് പോകാനുള്ള ഒന്നാമത്തെ നിബന്ധന, ആ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള യോഗ്യത നിങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്നുവോ എങ്കിൽ നിങ്ങൾക്ക് ഈമാൻ വേണം. അല്ലാഹു തആല 2-ാം അധ്യായം സൂറ അൽ ബഖറ അതിന്റെ 82-ാം സൂക്തത്തിൽ പറയുകയാണ്, വല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്ത് ഉലൈക അസ്ഹാബുൽ ജന്ന ഹും ഫീഹാ ഖാലിദൂൻ. ഈമാൻ സ്വീകരിച്ച ആളുകൾ, സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്യുന്നവർ, ഉലൈക അസ്ഹാബുൽ ജന്ന, അവരാണ് സ്വർഗത്തിന്റെ ആളുകൾ. ഇപ്പൊ 2 കാര്യങ്ങളാണ് പറഞ്ഞത്. 1 ഈമാന് വേണം, 2 അമലു സ്വാലിഹാത്തുകൾ വേണം. ഞാനത് കൂടുതലായി വിശദീകരിക്കുന്നില്ല. പക്ഷേ നമ്മളൊക്കെ ചിന്തിക്കണം പ്രിയമുള്ളവരെ, നമ്മൾ ജീവിക്കുന്നത് ഒരു നവലിബറൽ പശ്ചാത്തലത്തിലാണ്. തിന്മകൾ എല്ലാ വശങ്ങളിലൂടെയും തിന്മകൾ വന്ന്, പാപങ്ങൾ വന്ന്, ആ പാപങ്ങളൊക്കെ കണ്ട് അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഈമാൻ ഉണ്ടോ, ആ ഈമാൻ നമ്മൾ മുറുകെ പിടിക്കുന്നുണ്ടോ, നമ്മുടെ ഹൃദയത്തിന്റെ അടിത്തട്ടിലേക്ക് ഈമാൻ എത്രത്തോളം ആഴ്ന്നിറങ്ങിയിട്ടുണ്ട് എന്നൊക്കെ നമ്മൾ ചിന്തിക്കണം. പ്രവാചകൻ പറഞ്ഞു, ഈമാൻ എന്ന് പറയുന്നത് അത് കൂടുകയും കുറയുകയും ചെയ്യും. ചില ഘട്ടത്തിൽ എന്ത് ചെയ്യും ആളുകള്, അവർക്ക് നല്ല ഈമാൻ ഉണ്ടാവും. അവര് ഖുർആൻ പാരായണം ചെയ്യുന്നു, ദിക്റുകൾ ചെയ്യുന്നു, പാപങ്ങളെ സഹായിക്കുന്നു, കൃത്യമായി നമസ്കരിക്കുന്നു. പിന്നെ ഒരു ഘട്ടം കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതൊക്കെ കണ്ട് ഉപേക്ഷിക്കുക. അതൊക്കെ വളരെ കുറഞ്ഞ തോതിലാകുകയാണ്. പിന്നീടൊരു ഘട്ടത്തിൽ അവന് ബോധോദയം ഉണ്ടാകുകയും അത് വർദ്ധിക്കുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് എന്താ, ഇങ്ങനെ കുറഞ്ഞ ഘട്ടത്തിലെങ്ങാനും നമ്മുടെ ജീവൻ നഷ്ടപ്പെട്ടു പോയാൽ, മരണം സംഭവിച്ചാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? അപ്പോൾ നമ്മൾ നിരന്തരമായിട്ട് ഒരു അപഗ്രഥനം നടത്തണം നമ്മുടെ വിശ്വാസത്തിന്റെ കാര്യത്തിൽ.
അതെന്താ? നമ്മുടെ ഈമാൻ അത് കുറഞ്ഞു പോകുന്നുണ്ടോ? ഈമാൻ അത് ഒരു യഖീനോടുകൂടെ അടിയുറച്ചിട്ടുള്ള ഈമാൻ നമുക്കുണ്ടോ എന്നൊക്കെ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. നമ്മുടെ ഈമാൻ നമ്മൾ നവീകരിക്കേണ്ടതുണ്ട്, പുതുക്കേണ്ടതുണ്ട്. അതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ ഈ വിഷയത്തിൽ നിരവധി സൂക്തങ്ങളാണ് പറയുന്നത്. അൽ മുൽക്കു യൗമ ഇദിൻ ലില്ലാഹ്. ആ ദിവസത്തില് സർവാധികാരം അല്ലാഹുവിനാണ്. യഹ്കുമു ബൈനഹും, അല്ലാഹു അവർക്കിടയിൽ വിധിക്കുന്നു. ഫല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്ത് ഫീ ജന്നാത്തിൻ നഈം. എല്ലാ അധികാരങ്ങളും റബ്ബിനായിട്ടുള്ള ഒരു ലോകം. നമ്മൾ ആലോചിക്കണം, ഒരു മനുഷ്യനും അംബിയ മുർസലീങ്ങൾ ഉൾപ്പെടെ എല്ലാവരും നിസ്സഹായരായിട്ടുള്ള ഒരു ഘട്ടത്തില്, ആ ഘട്ടത്തില് ആർക്കാണ് സ്വർഗം ലഭിക്കുക? ഈമാൻ, അതോടൊപ്പം അമലു സ്വാലിഹാത്തുകൾ. അതാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. എൻ്റെ പ്രിയമുള്ളവരെ, മറ്റൊന്ന്, സ്വർഗം നേടാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം തഖ്വ. തഖ്വ എന്നുള്ളത് നമ്മൾ നിരന്തരം കേൾക്കുന്നൊരു വാക്കാണ്, പക്ഷേ അത് നിസ്സാരമല്ല. പരിശുദ്ധ ഖുർആൻ വളരെ ഗൗരവപൂർവം, വളരെ പ്രാധാന്യത്തോടു കൂടെയാണ് തഖ്വയെക്കുറിച്ച് സംസാരിച്ചിട്ടുള്ളത്. അപ്പം നമ്മളൊക്കെ എന്തെല്ലാം നന്മകൾ ചെയ്യുന്നു, ലക്ഷക്കണക്കിന് രൂപകൾ ദാനം ചെയ്യുന്ന ആളുകളുണ്ട്. പക്ഷേ അല്ലാഹു തആല പറഞ്ഞു, ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. 4-ാം അധ്യായത്തിൽ ഒരു സൂക്തമാണ്, ഒരു സൂക്തത്തിന്റെ അവസാന ഭാഗമാണ്. തഖ്വയുള്ള ആളുകളിൽ നിന്ന് അല്ലാഹു തആല സ്വീകരിക്കുകയുള്ളൂ. അപ്പൊ നമ്മളിൽ നിന്ന്, അല്ലെങ്കിൽ എന്നിൽ നിന്ന്, നിങ്ങളിൽ നിന്നൊക്കെ ഇങ്ങനെയുള്ള എല്ലാ കർമ്മങ്ങളും സ്വീകരിക്കണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ തഖ്വ അത് അനിവാര്യമായും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അതാണ് വിശുദ്ധ ഖുർആന്റെ സൂക്തങ്ങളുണ്ടല്ലോ, ഇന്നൽ മുത്തഖീന ഫീ ജന്നാത്തിൻ വഉയൂൻ. നിശ്ചയം സൂക്ഷ്മത പാലിക്കുന്നവർ, തീർച്ചയായും ഭക്തന്മാരായ ആളുകൾ, ഫീ ജന്നാത്തിൻ വഉയൂൻ, അവർ സ്വർഗീയ ലോകങ്ങളിലാണ്, അവിടെയുള്ള ആരാമങ്ങളിലാണ്, അവിടെയുള്ള ആറുകളിലാണ്, അരുവികളിലാണ്. പരിശുദ്ധ ഖുർആനിന്റെ 15-ാം അധ്യായം സൂറത്തുൽ ഹിജ്റ അതിന്റെ 45-ാമത്തെ സൂക്തത്തിൽ അതേ ആയത്ത് തന്നെ അല്ലാഹു തആല സൂറത്തു ദുഹാനിൽ ആവർത്തിക്കുന്നുണ്ട്. അപ്പോ സ്വർഗം അങ്ങനെയുള്ള ആളുകൾക്കാണ്. ഉഇദ്ദത്ത് ലിൽ മുത്തഖീൻ, ഭക്തന്മാരായ തഖ്വയുള്ള സൂക്ഷ്മതാബോധമുള്ള, ഹറാമെന്ന് വിട്ടു നിൽക്കുന്ന, അള്ളാഹു കൽപ്പിച്ചത് ചെയ്യാൻ മടി കാണിക്കാത്ത ആളുകൾക്ക് തയ്യാർ ചെയ്യപ്പെട്ട ഒന്നിന്റെ പേരാണ് സ്വർഗം എന്നുള്ളതാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. ഉഇദ്ദത്ത് ലിൽ മുത്തഖീൻ, 3-ാം അധ്യായം ആൽ ഇംറാൻ 133-ാമത്തെ വചനം. നിങ്ങൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു സംഭവം കേട്ടില്ലേ? മഹാനായിട്ടുള്ള അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു എത്രമാത്രം തഖ്വയാണ് പുലർത്തിയത്. നിങ്ങൾക്കറിയാവുന്ന ഒരു സംഭവം, അദ്ദേഹത്തിന്റെ ഒരു ഭൃത്യനുണ്ടായിരുന്നു. അദ്ദേഹം, ആ മനുഷ്യൻ ജാഹിലിയ കാലഘട്ടത്തിൽ ജ്യോത്സ്യവൃത്തി നടത്തുമായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ജ്യോത്സ്യവൃത്തിയുടെ ഒരു പണം, കൂലി അദ്ദേഹത്തിന് ഒരു സുപ്രഭാതത്തിൽ കിട്ടുകയാണ്. ഇസ്ലാമിൽ വന്നതിന് ശേഷമൊക്കെ കിട്ടുകയാണ്. അത് ശരിയാണ് എന്നുള്ള മട്ടിൽ അദ്ദേഹം കൊണ്ടുവരുന്നു, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് കൊടുക്കുന്നു. അവരൊക്കെ അത് കഴിക്കുകയാണ്. ആ സന്ദർഭത്തിൽ എന്താ ഏതാ എന്നൊന്നും അറിയാതെ അത് നല്ലതാണ്, ഹലാലാണ് എന്നുള്ള ഒരു വിശ്വാസത്തിന്റെ പുറത്ത് അത് കഴിച്ചു. പക്ഷേ കഴിച്ചൊക്കെ കഴിഞ്ഞിട്ടാണ് അറിഞ്ഞത് ഇത് ജ്യോത്സ്യവൃത്തി, ജ്യോത്സ്യം എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, ഈ ജ്യോത്സ്യവൃത്തിയിലൂടെ സമ്പാദിച്ചതാണ് എന്ന്. എന്താ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു ചെയ്തത്? തൻ്റെ വായിൽ കൈയിട്ട് മനഃപൂർവ്വം ഛർദ്ദിച്ച് ആ ഹറാമിന്റെ സമ്പത്ത് പുറന്തള്ളുകയാണ്. സഹീഹായിട്ട് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ വന്നതാണ്. അപ്പോൾ എന്താണ് ആ സംഭവം പഠിപ്പിക്കുന്നത്? ഹറാമിന്റെ ഒരു 5 പൈസ പോലും, ഒരു നയാ പൈസ പോലും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകരുത് എന്നുള്ള നിശ്ചയദാർഢ്യം, അതാണ് തഖ്വ. പ്രിയമുള്ളവരെ, നമ്മൾ ഇതൊക്കെ വിശദീകരിക്കുമ്പോൾ ഉദാഹരണങ്ങൾ പറയുകയാണെങ്കിൽ എമ്പാടും എത്ര കേസുകളും സംഭവങ്ങളുമായി നടക്കുന്നത്. മറ്റുള്ള മതക്കാരെയും ആശയക്കാരെയും വിടുക, മുസ്ലിം സമൂഹത്തിൽ
ബാപ്പ മരിച്ചാൽ അനന്തരാവകാശം ഓഹരി വെക്കുന്ന സ്ഥലത്ത് സമ്പത്ത് ഇങ്ങനെ കൺമുന്നിൽ കാണുമ്പോൾ പെങ്ങളുടെ സമ്പത്ത് നിഷേധിച്ചാൽ, അല്ലെങ്കിൽ ഈ ജ്യേഷ്ഠന്റെ അനുജന്റെ അവന്റെ ഓഹരി ഒന്ന് വെട്ടിക്കുറച്ചാലും വേണ്ടില്ല എനിക്ക് കിട്ടണം എന്നുള്ള മോഹമാണ്. അവനെന്ത് തഖ്വയാണ് പ്രിയമുള്ളവരെ. ആ പണം കൊണ്ട് ഹജ്ജ് ചെയ്തിട്ട് എന്ത് കൂലിയാണ്, എവിടെ നിന്നാണത് മഖബൂലും മബ്റൂറുമാകുക? അപ്പോ മറ്റൊന്ന് പ്രിയമുള്ളവരെ, ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഖുർആനും ഹദീസും പരിശോധിച്ച് നോക്കിയാൽ അനവധി കാര്യങ്ങൾ ചുരുക്കി പറയുകയാണ്. മറ്റൊന്ന് ത്വാഅത്തുല്ലാഹി തബാറക വ തആല, അല്ലാഹുവിനുള്ള അനുസരണം. അപ്പൊ നമ്മൾ ഇപ്പോഴും ഇത്രയൊക്കെ വിശുദ്ധ ഖുർആന്റെ പഠനങ്ങളും കാര്യങ്ങളൊക്കെ നടന്നിട്ടും ഓരോ ആളുകളും ഓരോ കാഴ്ചപ്പാടിലാണ്. അല്ല പറഞ്ഞത് അവിടെ നിൽക്കട്ടെ, നമ്മുടെ ഇമാമ്, നമ്മുടെ ആളുകൾ, നമ്മുടെ പാർട്ടി എന്ത് പറഞ്ഞു എന്നുള്ളതാണ്. അങ്ങനെയാണ് ആളുകളുടെ ചിന്ത. അപ്പൊ അള്ളാഹിനെ കുറിച്ച് നമ്മുടെ മനസ്സിലുള്ള വിശ്വാസം എന്താ? അപ്പൊ അതാണ് അള്ളാഹുവിനുള്ള അനുസരണം. അത് സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന, സ്വർഗം നേടിത്തരുന്ന ഒരു കാര്യമാണ്. വമൻ യുതഇല്ലാഹ വറസൂല യുദ്ഖിലുഹു ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ വമൻ യതവല്ല യുഅദ്ദിബുഹു അദാബൻ അലീമാ. സൂറത്തുൽ ഫത്ഹ് 17-ാമത്തെ വചനമാണ്. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്, ആര് അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിക്കുന്നുവോ അവൻ അടിഭാഗത്തുകൂടെ ആറുകൾ ഒഴുകുന്ന സ്വർഗത്തോപ്പുകളിലായിരിക്കും. അതിൽ അല്ലാഹു തആല അവനെ പ്രവേശിപ്പിക്കും. എന്നാൽ അല്ലാഹുവിനും അവന്റെ റസൂലിനുമുള്ള അനുസരണയിൽ നിന്ന് ആരെങ്കിലും പിന്തിരിഞ്ഞാൽ വമൻ യതവല്ല യുഅദ്ദിബുഹു, അവൻ അദാബ് നൽകും, ശിക്ഷ നൽകും. എങ്ങനെയുള്ള ശിക്ഷ? അദാബൻ അലീമാ, വേദനയേറിയിട്ടുള്ള ശിക്ഷ നൽകും. അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ വിശദീകരിച്ചിട്ടുണ്ട്. കുല്ലു ഉമ്മത്തി യദ്ഖുലൂനൽ ജന്ന, എൻ്റെ ഉമ്മത്തിലെ എല്ലാവരും സ്വർഗത്തിലാണ്. എല്ലാവരും സ്വർഗത്തിൽ പോകും? ഇല്ല. ഇല്ലാമൻ അബാ, വിസമ്മതിച്ചവൻ ഒഴികെ എന്നാണ്. ഖാലു യാ റസൂലല്ലാഹ് വമൻ യഅബാ, പ്രവാചകനോട് സ്വഹാബത്ത് ചോദിച്ചു, ആരാണ് വിസമ്മതിക്കുന്നവർ? അപ്പൊ പ്രവാചകൻ വിശദീകരിച്ചു, മൻ അത്വഅനി ദഖലൽ ജന്ന, ആര് പ്രവാചകനെ അനുസരിക്കുന്നുവോ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. നബി എന്ത് പറഞ്ഞു എന്ന് സ്ഥിരപ്പെട്ട് കൃത്യമായി ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് ശീലിക്കുക, അത് പ്രവർത്തന പദത്തില് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക, അത് അംഗീകരിക്കുക. വമൻ അസ്വാനി ഫഖദ് അബാ, പ്രവാചകന് ആര് അനുസരണക്കേട് കാണിക്കുന്നുവോ അവനാണ് വിസമ്മതം കാണിച്ചവൻ എന്നുള്ളതാണ്. സഹീഹുൽ ബുഖാരിയിൽ 7280-ാമത്തെ വചനം. എങ്ങനെയാണ് നമ്മൾ അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ പ്രവാചകനെയും ഒക്കെ അനുസരിക്കുക? ഒരു ഉദാഹരണം പറഞ്ഞാലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഒരു മനുഷ്യൻ ഭക്ഷണം കഴിക്കുമ്പോൾ, വെള്ളം കുടിക്കുമ്പോൾ അവന് വലത് കൈകൊണ്ട് ഭക്ഷിക്കട്ടെ, അതുപോലെ വലത് കൈകൊണ്ട് വെള്ളം കുടിക്കട്ടെ. അപ്പോ വളരെ കൃത്യമായിട്ട് പ്രവാചകൻ പഠിപ്പിച്ച, എല്ലാ കുഞ്ഞു കുട്ടികൾക്ക് പോലും അറിയാവുന്ന ഒരു വചനമാണ്. സഹീഹ് മുസ്ലിമിലെ 2020-ാമത്തെ വചനമാണ്. പക്ഷേ ആളുകള് പ്രവാചകന്റെ കാലഘട്ടത്തിൽ തന്നെ ഒരാള് എനിക്ക് വലത് കൈ കൊണ്ടൊന്നും കഴിക്കാൻ വയ്യ, ഞാനത് കഴിക്കൂല എന്ന് പറഞ്ഞു. പിന്നീട് അവന് വായിലേക്ക് തന്റെ കൈ ഉയർത്താൻ തന്നെ വയ്യാത്ത ഒരു അവസ്ഥ അല്ലാഹു തആല നൽകിയെന്ന് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. മറ്റൊന്ന് പ്രിയമുള്ളവരെ, അൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അള്ളാന്റെ മാർഗത്തിലുള്ള ധർമ്മസമരം. അള്ളാന്റെ മാർഗത്തിലുള്ള ധർമ്മസമരം എന്ന് പറയുമ്പോൾ എന്താണ് എന്ന് കൃത്യമായി മനസ്സിലാക്കി വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഇന്നല്ലാഹ ഇഷ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും ബിഅന്ന ലഹുമുൽ ജന്ന, തീർച്ചയായും അല്ലാഹു തആല സത്യവിശ്വാസികളിൽ നിന്ന് അവരുടെ ശരീരം, ഇഷ്തറ മിനൽ മുഅ്മിനീന അൻഫുസഹും, അവരുടെ ശരീരങ്ങളെ വാങ്ങി എന്നാണ്. വഅംവാലഹും, അവരുടെ സമ്പത്തുകളും വാങ്ങി. ബിഅന്ന ലഹുമുൽ ജന്ന, അവർക്ക് സ്വർഗമുണ്ട് എന്നുള്ള വ്യവസ്ഥയിൽ. എന്ന് പറഞ്ഞാൽ ജിഹാദിനെ സംബന്ധിച്ചാ പറയുന്നത്.
അപ്പൊ ഈ ജിഹാദ് എന്ന് പറയുമ്പോൾ ആളുകൾ ഇങ്ങനെ യുദ്ധവിമാനങ്ങൾ, മിസൈലുകൾ, ബോംബുകൾ, അതല്ല, ജിഹാദ് പലതുണ്ട്. ഞാനൊരു ജിഹാദിനെ കുറിച്ച് പറയട്ടെ. പരിശുദ്ധ ഖുർആനിന്റെ 25-ാം അധ്യായം സൂറത്തുൽ ഫുർഖാനില് അല്ലാഹു തആല പറഞ്ഞു, വജാഹിദുഹും ബിഹി ജിഹാദൻ കബീറ. നിങ്ങൾ ഖുർആൻ കൊണ്ട് ജിഹാദ് നടത്തുക. ആ ജിഹാദ് എന്ന് പറയുന്നത് ജിഹാദൻ കബീറ, വലിയ ജിഹാദാണ്. എങ്ങനെയാണ് വലിയ ജിഹാദ് നടത്തുക? ഖുർആൻ കൊണ്ട്. ഖുർആൻ കൊണ്ട് ജിഹാദ് എന്ന് പറഞ്ഞാൽ ഖുർആൻ നമ്മൾ പഠിക്കുക. ഖുർആൻ പഠിക്കാൻ അനവധി മാർഗങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടല്ലോ. ഖുർആൻ പഠിക്കുക, അത് പഠിപ്പിക്കുക, അതിൻ്റെ പഠനത്തിനെ പ്രോത്സാഹിപ്പിക്കുക, അത് ജീവിതത്തിൽ പകർത്തുക. ഖുർആനിനെതിരായിട്ടുള്ള, അതിൻ്റെ ആശയങ്ങൾക്കെതിരായിട്ടുള്ള നമ്മുടെ മനസ്സിൻ്റെ ഇച്ഛകളെ ഈമാൻ കൊണ്ട് തകർത്തെറിയുക, അതാണ് ജിഹാദ്. അതൊക്കെയാണ് ജിഹാദ് എന്ന് നമ്മൾ അറിയുക. പ്രിയമുള്ളവരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങൾ നോക്കുകയാണെങ്കിൽ സ്വർഗം നേടിത്തരുന്ന ഒരുപാട് കാര്യങ്ങൾ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു വചനം നോക്കൂ. ഇമാം അഹ്മദ് അദ്ദേഹത്തിന്റെ മുസ്നദിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു വചനം, അൻ സൗബാൻ മൗലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകന്റെ ഭൃത്യനായിരുന്ന സൗബാൻ എന്ന് പറയുന്ന സ്വഹാബി, അദ്ദേഹം പറയാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നു, മൻ ഫാറക റൂഹ വൽ ജസദ, മൻ ഫാറക റൂഹു അൽ ജസദ, ശരീരത്തിൽ നിന്ന് ഏതൊരുത്തന്റെ ആത്മാവാണോ അകന്നു പോയത്, അഥവാ മരണം സംഭവിച്ചത്, അങ്ങനെയാണ്. മൻ ഫാറക റൂഹു അൽ ജസദ വഹുവ ബരീഉം മിൻ സലാസ്, 3 കാര്യങ്ങളിൽ നിന്ന് അവന് രക്ഷപ്പെട്ട നിലയിലാണ് അവൻ മരണം സംഭവിക്കുന്നത്. എന്തൊക്കെയാണ് 3 കാര്യങ്ങൾ? ആ 3 കാര്യങ്ങളെന്ന് പറയുന്നത് മിനൽ കിബ്രി, അഹങ്കാരം. ഒരു വിശ്വാസിക്ക് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തതായ ഒന്നാണ്. മറ്റൊന്ന് വൽ ഗുലൂൽ, വഞ്ചന. മറ്റൊന്ന് ബദ്ദൈൻ, കടം. മരിച്ചു പോകുമ്പോൾ ഈ 3 കാര്യങ്ങളും ഇല്ലാത്ത നിലയിൽ മരണപ്പെട്ടു പോവുകയാണെങ്കിൽ ദഖലൽ ജന്ന, സ്വർഗത്തിൽ അവൻ പ്രവേശിക്കുമെന്നാണ്. ഇത് ഇമാം ഇബ്നു മാജ അദ്ദേഹത്തിന്റെ സുനനിൽ 2412 നമ്പറായിട്ടും കൊടുക്കുന്നുണ്ട്. സഹോദരങ്ങളെ, മറ്റൊന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. ഇപ്പം നമ്മൾ ബാങ്ക് കേൾക്കാറില്ലേ, 5 നേരത്തെ ബാങ്ക്. അതൊക്കെ പിന്നെ ആ ബാങ്ക് കേൾക്കുന്ന സന്ദർഭത്തിൽ നമുക്കറിയാം അതിന് ജവാബ് പറയണമെന്നൊക്കെ. പലപ്പോഴും പരിപാടികളൊക്കെ നടത്തുമ്പോൾ ഇപ്പം രാഷ്ട്രീയ പാർട്ടികൾ പോലും ആ സമയത്ത് പരിപാടികൾ നിർത്തിവെക്കും, നമ്മളും നിർത്തിവെക്കും. പക്ഷെ എന്നാലും ആ ജവാബ് പറയാറുണ്ടോ? പലപ്പോഴും വീണ്ടും അശ്രദ്ധയിലേക്ക് പോകാൻ. ഇവിടെ നിങ്ങൾ നോക്കൂ, സഹീഹ് മുസ്ലിമിലെ 385 നമ്പർ വചനം, അതിൽ പറയാൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുകയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഖാലൽ മുഅദ്ദിനു, ബാങ്ക് വിളിക്കുന്ന ആൾ പറഞ്ഞാൽ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ, ഖാല ഫഖാല അഹദുക്കും അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. അപ്പോൾ ബാങ്ക് വിളിക്കുന്ന ആൾ പറയുന്നത് പോലെ ഇങ്ങനെ പറഞ്ഞു വരികയാണ്. എല്ലാവർക്കും അറിയാം. അവസാനം സുമ്മ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ആ ബാങ്ക് വിളിക്കുന്ന ആള് പറഞ്ഞു. ഖാൽ, അപ്പൊ ഈ കേൾക്കുന്ന മനുഷ്യനോ അദ്ദേഹം പറയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ. എങ്ങനെ പറയണം? മിൻ ഖൽബിഹി, അവന്റെ ഹൃദയത്തിൽ തട്ടിപ്പറയണം. അപ്പൊ ബാങ്കിന്റെ ആദ്യം മുതൽ അവസാനം വരെയുള്ള സംഗതികൾ, അതിന് തർദീദ് എന്ന് പറയും, ഏറ്റുപറയൽ. അത് എങ്ങനെയാവണം? ഹൃദയത്തിൽ തട്ടിക്കൊണ്ട് ഇഖ്ലാസോടുകൂടെ പറയണം. എങ്കിൽ ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും എന്നുള്ളതാണ്. സഹീഹ് മുസ്ലിമിൽ വന്നിട്ടുള്ള ഒരു വചനമാണ്. ഇതുപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ള മറ്റൊരു കാര്യമാണ്, നമ്മളൊക്കെ മടി കാണിക്കുന്ന ഒരു കാര്യമാണ് സലാം പറയുക എന്നുള്ളത്. വല്ലദീ നഫ്സി ബിയദി ലാ തദ്ഖുലുൽ ജന്ന ഹത്താ തുഅ്മിനൂ, അള്ളാഹിന്റെ പ്രവാചകന് പറയാണ്, എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ
അവൻ തന്നെയാണ് സത്യം. ലാ തദ്ഖുലുൽ ജന്ന ഹത്താ തുഅ്മിനൂ, നിങ്ങൾ ഈമാൻ സ്വീകരിക്കുന്നത് വരെ നിങ്ങൾ വിശ്വാസികളാവുകയില്ല. വലാ തുഅ്മിനൂ ഹത്താ തുഹിബ്ബൂ, നിങ്ങൾ പരസ്പരം ഇഷ്ടപ്പെടുന്നത് വരെ നിങ്ങൾ വിശ്വാസികളും ആവുകയില്ല. എന്നിട്ട് അവല അദുല്ലുകും അലാ ഷൈഇൻ ഇദാ ഫഅൽതുമൂഹു തഹബ്ബതും, ഒരു കാര്യം നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ, അത് നിങ്ങൾ പ്രവർത്തിച്ചാൽ നിങ്ങൾ പരസ്പരം ഇഷ്ടപ്പെടുമെന്നാണ്. അതെന്താ? അഫ്ഷു സലാമ ബൈനക്കും, നിങ്ങൾക്കിടയിൽ സലാം വ്യാപിപ്പിക്കുക എന്നുള്ളതാണ്, സലാം പറയുക എന്നുള്ളതാണ്. ആ മനുഷ്യന് അപന്തിയും സ്വർഗം കിട്ടുമെന്നാണ്. സ്വർഗം കിട്ടണമെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നാണ്. ഈമാൻ ഉണ്ടാവണം, അതുപോലെ പരസ്പരം സ്നേഹിക്കണം, പരസ്പരം പിന്നെ അള്ളാന്റെ മാർഗത്തിൽ സ്നേഹിക്കണം എന്ന് മാത്രമല്ല സലാം പറയുക. അപ്പോൾ സലാം പറയൊക്കെ ഒരു പിന്നെ പ്രായം ചെന്ന ആളുകളുടെയോ അല്ലെങ്കിൽ പിന്നെ അത് ഒരു മതം തലയിൽ കയറിയ ആളുകളുടെ സ്വഭാവമായിട്ട് അതിനെ ചുരുക്കി കാണാൻ പാടില്ല. അതൊരു മുസ്ലിമിന്റെ സംസ്കാരമാണ്. സലാം പറയുക, സലാം കൊണ്ട് ആരംഭിക്കുക. എന്തെല്ലാം മര്യാദകളാണ് പിന്നെ ബാബു സലാം എന്ന് പറയുന്ന അധ്യായത്തിൽ പറഞ്ഞത്. നടക്കുന്നവൻ ഇരിക്കുന്നവനോട്, വലിയവർ ചെറിയവർ വലിയവരോട്, അങ്ങനെ ചെറിയ സംഘം, അങ്ങനെ ഒരുപാട് നിബന്ധനകൾ, അതിൻ്റെ കൂലി വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ശരി, നമുക്ക് മറ്റൊരു ഹദീസിലേക്ക് പോകാം. അതിൽ പറയുന്നത് വഴിയിലെ ഉപദ്രവങ്ങൾ നീക്കം ചെയ്താൽ, അതായത് ഇമാം അബൂദാവൂദിന്റെ സുനനിൽ 5245 നമ്പർ വചനത്തിൽ വന്നിട്ടുണ്ട്, ഒരു മനുഷ്യൻ വഴിയോരത്തുള്ള ജനങ്ങൾക്ക് മാർഗ തടസ്സം സൃഷ്ടിക്കുന്ന ഒരു വൃക്ഷത്തിന്റെ ശിഖരം അത് മുറിച്ചതിന്റെ പേരിൽ ഫഅദ്ഖലഹുൽ ജന്ന, അല്ലാഹു അവനെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിച്ചു എന്നാണ്. അപ്പോ ഈ വഴിയിൽ നിന്നൊക്കെ ഉപദ്രവങ്ങൾ നീക്കം ചെയ്യുക എന്നുള്ളതൊക്കെ ഇപ്പൊ ഈ അടുത്ത കാലത്ത് പോലും നമ്മുടെ നാട്ടില് പിന്നെ അയൽവാസികള് തമ്മിൽ പ്രശ്നങ്ങൾ നടന്ന വീഡിയോ ഒക്കെ വരികയുണ്ടായി. അപ്പോൾ വഴികൾ പിന്നെ ബ്ലോക്ക് ആക്കുക, അത് പാടെ അടക്കുക, ഇങ്ങനെയൊക്കെയുള്ള ദ്രോഹം ചെയ്യുന്ന ആളുകൾ, അത്തരം സ്വഭാവം നമുക്ക് പാടുള്ളതല്ല. ജനങ്ങൾക്ക് വഴി കൊടുക്കുക എന്നുള്ളത്, വഴി തടസ്സപ്പെടുത്താതിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാകുന്നു. ഇനി നിങ്ങൾ പ്രിയമുള്ളവരെ, തൗബയെക്കുറിച്ച് പലപ്പോഴും നമ്മൾ പറയാറുണ്ടല്ലോ. തൗബ എന്നുള്ളത് അനിവാര്യമായ കാര്യമാണ്. തൗബ എന്നുള്ളത് സ്വർഗം നേടിത്തരുന്ന കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, അത്താഇബു മിനദ്ദംബി, പാപങ്ങളിൽ നിന്ന് തൗബ ചെയ്യുന്ന മനുഷ്യൻ കമൻ ലാ ദംബ ലഹു, പാപങ്ങളില്ലാത്തവനെ പോലെ അവൻ ആയിത്തീരും എന്നുള്ളതാണ്. അപ്പോൾ പാപങ്ങളിൽ നിന്ന് പശ്ചാത്തപിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇമാം ഇബ്നു മാജ അദ്ദേഹത്തിന്റെ സുനനിൽ 4250 വചനമായി കൊടുക്കും. വിശുദ്ധ ഖുർആനിൽ ആവർത്തിച്ചിട്ടുള്ള വചനമാണ് തൗബ ചെയ്യുക എന്നുള്ളത്. തൗബയെ കുറിച്ചൊക്കെ ആളുകളുടെ വിചാരം തരങ്ങള് ഇപ്പൊ ഹജ്ജൊക്കെ വയസ്സായിട്ട് ചെയ്യാ, തൗബയൊക്കെ റമദാൻ വരുമ്പോഴോ വയസ്സായിട്ടൊക്കെ ചെയ്യാന്ന. അങ്ങനെയല്ല, ദിവസേന എല്ലാ ചെറുതും വലുതുമായ പാപങ്ങളിൽ നിന്നും തൗബ ചെയ്യണം. അതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. 19-ാം അധ്യായം സൂറ മറിയം അതിന്റെ 60-ാമത്തെ സൂക്തത്തിൽ പറയുകയാണ്, ഇല്ലാ മൻ താബ വആമന വഅമില സ്വാലിഹൻ. 3 കാര്യങ്ങൾ പറഞ്ഞു. ഇല്ലാ മൻ താബ, തൗബ ചെയ്യുക, വആമന, ഈമാൻ ഉണ്ടാവുക, വഅമില സ്വാലിഹൻ, എന്നിട്ടോ ഈമാൻ ഉണ്ടെന്ന് പറഞ്ഞിരിക്കല്ല, സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്യുക. ഫഉലൈക യദ്ഖുലൂനൽ ജന്ന, അങ്ങനെയുള്ള ആളുകൾ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കും. വലാ യുദ്ലമൂന ശൈആ, അവരോടൊട്ടും അനീതി കാണിക്കപ്പെടുകയില്ല എന്നുള്ളതാണ്. അപ്പോൾ ആത്മാർത്ഥമായിട്ടുള്ള തൗബ അത് സ്വർഗം നേടിത്തരും. വിശുദ്ധ ഖുർആനിലെ പിന്നെ 66-ാം അധ്യായം സൂറത്ത് തഹരീമിൽ പറയുന്നുണ്ടല്ലോ, യാ അയ്യുഹല്ലദീന ആമനൂ തൂബൂ ഇലല്ലാഹ്, സത്യവിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവിലേക്ക് തൗബ ചെയ്യുവിൻ. തൂബൂ ഇലല്ലാഹി തൗബതൻ നസൂഹാ, എങ്ങനെയുള്ള തൗബ? ആത്മാർത്ഥമായിട്ടുള്ള, കാപഠ്യമില്ലാത്ത, കളങ്കമില്ലാത്ത,
ഇഖ്ലാസോടുകൂടെയുള്ള തൗബ ചെയ്യുവിൻ. എന്നാലോ തൂബു ഇലല്ലാഹി തൗബതൻ നസൂഹ അസാ റബ്ബുകും അൻ യുകഫിറ അൻകും സയ്യിആതികും. നിങ്ങളുടെ പാപങ്ങൾ അല്ലാഹു തആല നിങ്ങൾക്ക് പുറത്തു തരും. വയുദ്ഖിലകും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ. താഴ്ഭാഗത്തുകൂടെ അരുവികൾ ഒഴുകുന്ന ആ സ്വർഗീയ ആരാമങ്ങളിൽ നിങ്ങളെ അവൻ പ്രവേശിപ്പിക്കും. യൗമ ലാ യുഹ്സില്ലാഹു നബിയ്യ വല്ലദീന ആമനൂ മഅ. പ്രവാചകനെയും പ്രവാചകന്റെ കൂടെ വിശ്വസിച്ചവരെയും അപമാനപ്പെടുത്താത്ത ദിവസം. ആ ദിവസം എന്ന് പറയുമ്പോൾ നമ്മുടെ കണ്ണിലൊന്ന് കണ്ടു നോക്കുക, മനസ്സിലൊന്ന് കണ്ടു നോക്കുക. ആ മഹ്ശറയിൽ നബിയും അതുപോലെ വിശ്വാസികളും അവര് പ്രിയമുള്ളവരെ, വിശുദ്ധ ഖുർആൻ പറയാൻ നൂറുഹും, അവരുടെ നൂറ് പ്രകാശം, നൂറുഹും യസ്ആ ബൈന ഐദീഹിം വബിഐമാനിഹിം, അവരുടെ മുൻവശത്തും അവരുടെ വലതുവശത്തും ആ പ്രകാശം ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കും. യസ്ആ ബൈനഹും, അവർക്കിടയിൽ സഞ്ചരിക്കുന്ന. വയഖൂലൂന, അവർ പറയും, വയഖൂലൂന റബ്ബനാ അത്മിം ലനാ നൂറനാ വഗ്ഫിർ ലനാ ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ. റബ്ബേ, ഞങ്ങളുടെ പ്രകാശം ഞങ്ങൾക്ക് പൂർത്തീകരിച്ചു തരണമേ, നീ എല്ലാറ്റിനും കഴിവുള്ളവനാണല്ലോ എന്നുള്ളതാണ്. അപ്പോ ആ ഒരു അതെന്നുള്ളൊരു പാടെന്താണ്? തൗബ ചെയ്യുക എന്നാ. തൗബ എന്തെന്നെല്ലാം തൗബ ചെയ്യണം, എന്തെല്ലാം തെറ്റുകൾ ചെയ്യുന്നവരാ നമ്മളൊക്കെ. നമ്മുടെ ഭാഗത്തുനിന്ന് എന്തെല്ലാം തിന്മകൾ ദോഷങ്ങൾ വരുന്നവരാ. നിർബന്ധമായ കാര്യങ്ങൾ തന്നെ വീഴ്ച വരുന്നവർ എത്രയോ ഉണ്ട്. അപ്പോ നമ്മൾ എന്ത് ചെയ്യണം? തൗബ ചെയ്യുക എന്നുള്ളതാണ്. മറ്റൊന്ന് അൽ ഇസ്തിഖാമത്തു അലാ ദീനില്ലാഹി അസ്സ വജൽ, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ നേരെ ചൊവ്വ നിലകൊള്ളുക. ഇസ്തിഖാമത്ത് വിശുദ്ധ ഖുർആനിന്റെ 46-ാം അധ്യായം 13-ാമത്തെ സൂക്തത്തിൽ പറയാം. ആ ആയത്തൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, തീർച്ചയായും ഞങ്ങളുടെ റബ്ബ് അല്ലാഹുവാണ് എന്ന് പ്രഖ്യാപിച്ചവർ, സുമ്മസ്തഖാമൂ, പിന്നീട് നേരെ ചൊവ്വ നിലകൊള്ളുകയും ചെയ്യുന്ന ആളുകൾ, ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർ ഭയപ്പെടേണ്ടതില്ല, ദുഃഖിക്കേണ്ടതുമില്ല. ഉലൈക അസ്ഹാബുൽ ജന്ന, അവര് സ്വർഗത്തിന്റെ ആളുകളാണ്. അപ്പോ ഇവിടെ പറഞ്ഞത് എന്താ? ഇസ്തിഖാമത്ത്. ഞങ്ങളുടെ റബ്ബ് അല്ലാഹുവാണെന്ന് പറഞ്ഞ് നേരെ ചൊവ്വ നിലകൊള്ളുക. എന്താണ് ഇസ്തിഖാമത്ത്? ഇസ്തിഖാമത്ത് എന്ന് പറഞ്ഞാൽ അപ്പുറത്തൊരു ഹറാമുണ്ട്, ഇപ്പുറത്ത് പരീക്ഷന്റെ അപ്പുറത്ത് അഴിമതി കൈക്കൂലുണ്ട്, അതൊക്കെ കുറച്ച് കീശയിലാക്കിയിട്ട് നിസ്കാരം നോമ്പുമല്ല. എല്ലാവിധ ഹറാമുകളിൽ നിന്ന് മാറി നിൽക്കുക. അതിന്റെ ഒന്നാമത്തെ പടി എന്താ അറിയോ? ഇതേ വചനം സ്വല്പം വ്യത്യാസത്തോടുകൂടെ സൂറത്ത് ഫുസ്സിലത്തിൽ വന്നിട്ടുണ്ട്. ആ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ മഹാനായിട്ടുള്ള ഇമാം ഇബ്നു കസീർ റഹ്മഹുല്ലാ രേഖപ്പെടുത്തുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഇസ്തിഖാമത്ത് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ലാ യൻദുറു ഇലാ അഹദിൻ സിവല്ലാഹ്, അല്ലാഹുവിന് പുറമെയുള്ള ഒരു ശക്തിയിലേക്കും നോക്കാത്ത എന്ന് പറഞ്ഞാൽ, ഒരു വിഷമം വന്ന, സങ്കടം വന്ന, ആഗ്രഹമുണ്ടെങ്കിൽ അതിനൊക്കെ അള്ളാഹുവിന് പുറമെയുള്ള മഹാന്മാരിലേക്കും ശക്തികളിലേക്കും ഒക്കെ പോകുന്ന പ്രവണത അതാണ്. അത് പാടില്ല. അള്ളാഹുവിനോട് മാത്രം തേടുക, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രിയമുള്ളവരെ, വളരെ പ്രധാനപ്പെട്ട മറ്റൊന്നെന്താ? വിജ്ഞാനം തേടുക എന്നുള്ളതാണ്. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് എന്നും എപ്പോഴും അവന് വിജ്ഞാനങ്ങൾ ആർജിക്കാനുള്ള ഒരു മനസ്സ് ഉണ്ടാകണം എന്നുള്ളതാണ്. ത്വലബുൽ ഇൽം, വിജ്ഞാനം തേടുക. ഇപ്പോ നമ്മുടെ ഈ സെന്റർ ഉണ്ടല്ലോ, ഇസ്ലാമിക വിജ്ഞാനം തേടാൻ എന്തെല്ലാം സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ കൂടിയിട്ടുള്ള സഹോദരീ സഹോദരങ്ങൾക്ക് അറിയുമോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. നമ്മുടെ ഈ സൗദി ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ റിയാദ് എന്ന് പറയുന്ന ഈ സ്ഥാപനം ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഒരു ഹദീസ് പഠന കോഴ്സ്, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുവചനങ്ങൾ
അത് വളരെ കൃത്യമായിട്ട് അർത്ഥവും ആശയവും അതിൻ്റെ വിവിധ തലങ്ങൾ പഠിക്കുന്ന ഒരു കോഴ്സാണത്. ആഴ്ചയിൽ ഒരൊറ്റ മണിക്കൂർ മാത്രമാണ്. അപ്പം അങ്ങനെയുള്ള ഒരു ഉദാഹരണം പറഞ്ഞുള്ളൂ. അത് മാത്രമല്ല ഖുർആൻ ക്ലാസ്സുകളുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള വിജ്ഞാനത്തിൻ്റെ മേഖലകൾ നമ്മൾ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞതായിട്ട് സഹീഹ് മുസ്ലിമിൽ 2699 വചനത്തിൽ മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമാ സഹലല്ലാഹു ലഹു ബിഹി ത്വരീഖൻ ഇലൽ ജന്ന. ആ വിജ്ഞാനത്തിന്റെ മാർഗത്തിൽ അവന് പ്രവേശിച്ചാൽ അള്ളാഹു സ്വർഗത്തിലേക്ക് അവന് കാര്യങ്ങൾ എളുപ്പമായി കൊടുക്കും എന്നുള്ളതാണ്. അപ്പൊ വിജ്ഞാനം, മതപരമായിട്ടുള്ള അറിവുകൾ നേടുക എന്ന് അത് നിസ്സാര കാര്യമല്ല. ചിലപ്പോൾ ഉറക്കമൊക്കെ നഷ്ടപ്പെടും, അല്ലെങ്കിൽ ഒരു മണിക്കൂർ ഫോണുമ്മ തോണ്ടാൻ നമുക്ക് കഴിയില്ല. അങ്ങനെ കുറച്ചൊക്കെ നമ്മൾ ക്ഷമിക്കേണ്ടി വരും എന്ന്. പക്ഷേ നമ്മൾ എന്ത് ചെയ്യുക? ആ വിജ്ഞാനം ആർജിക്കുക എന്നുള്ളത് സ്വർഗമാണ് നമുക്കൊരുക്കി തരുന്നത് എന്നുള്ള മഹനീയ ചിന്ത അത് നമുക്കുണ്ടാവണം. സ്വർഗം, പ്രിയമുള്ളവരെ, ആ സ്വർഗം നേടുക എന്നുള്ളത് അത് പാപികളായിട്ടുള്ള ആളുകൾക്ക് കഴിയാത്ത ഒരു കാര്യമാണെന്ന് ഓർക്കുക. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ ഗദാ ഇലൽ മസ്ജിദി ഔ റാഹ അഅദ്ദല്ലാഹു ലഹു ഫിൽ ജന്ന അഅദ്ദല്ലാഹു ലഹു ഫിൽ ജന്നതി നുസുലൻ കുല്ലമാ ഗദാ ഔ റാഹ. ഒരു വ്യക്തി, ആ മനുഷ്യൻ പ്രഭാതത്തിൽ പള്ളിയിലേക്ക് പോകുകയാണ്, അല്ലെങ്കിൽ വൈകുന്നേരം പോകുകയാണ്. പ്രഭാതത്തിൽ പോകുമ്പോഴും വൈകുന്നേരത്തിൽ പോകുമ്പോഴും അഅദ്ദല്ലാഹു ലഹു നുസുലൻ ഫിൽ ജന്ന, സ്വർഗത്തിൽ അല്ലാഹു ഒരു വിരുന്നൊരുക്കുകയാണെന്നാ. സ്വർഗം നൽകും എന്ന് മാത്രമല്ല, അവിടെ വിരുന്നൊരുക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ സ്വർഗം നേടിത്തരുന്ന പ്രവാചകാധ്യാപനങ്ങൾ നമുക്ക് ചോരയും നീരുമുണ്ട്, നമുക്ക് എഴുന്നേറ്റ് നടക്കാൻ കഴിയും. പക്ഷേ നമ്മൾ എത്രമാത്രം ഇതൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. മറ്റൊരു വചനത്തിൽ കാണാം, ഏറ്റവും കൂടുതൽ സ്വർഗത്തിൽ പോകുന്ന മനുഷ്യനെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്ന 2 കാര്യങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ പറയുകയുണ്ടായി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതെന്താ? ഹുസ്നുൽ ഖുൽഖ്, സൽ സ്വഭാവം. മറ്റൊന്ന് ബഖ്തി. പ്രവാചകൻ പറഞ്ഞു, അക്സറു മാ യുദ്ഖിലു നാസൽ ജന്ന അത്തഖ്വ വ ഹുസ്നുൽ ഖുൽഖ്. സൽ സ്വഭാവം, തഖ്വ നമ്മൾ നേരത്തെ പറയുകയുണ്ടായി. ഈ ഹദീസിൽ 2 കാര്യങ്ങളാണ് പറയുന്നത്. ഏറ്റവും കൂടുതൽ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്ന 2 കാര്യങ്ങൾ തഖ്വയും സൽ സ്വഭാവവും. ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചല്ലോ, അള്ളാഹുവിന്റെ പ്രവാചകന്റെ സ്വഭാവം എന്താണ്? അപ്പോ എന്താ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞത്? കാന ഖുലുഖുൽ ഖുർആൻ, അദ്ദേഹത്തിന്റെ സ്വഭാവം വിശുദ്ധ ഖുർആനാണ്. ഒരു ഭാര്യ ഭർത്താവിനെ കുറിച്ച് നൽകുന്ന അതിനേക്കാൾ വലിയ സർട്ടിഫിക്കറ്റ് എന്താ? ഭാര്യക്കറിയാം ഭർത്താവിന്റെ സകല ശീലങ്ങളും. ആ ഭാര്യ പറയുകയാണ്, എൻ്റെ ഭർത്താവിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആനാണ്. അല്ലാഹു അത് പറഞ്ഞിട്ടുണ്ട്, ഇന്നക ലഅലാ ഖുലുഖിൻ അളീം. സൂറത്തുൽ കലം 68 അധ്യായം 3-ാം സൂക്തം. പ്രവാചകരെ, അങ്ങ് അത്യുത്തമമായിട്ടുള്ള സ്വഭാവത്തിൻ്റെ ആളാകുന്നു, വക്താവാകുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം പ്രിയമുള്ളവരെ, മറ്റൊന്ന് നിങ്ങൾ നോക്കൂ, സുജൂദുകൾ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അതിന്റെ ചുരുക്കം എന്ന് പറയുന്നത് റബീഅത്ത് ബിൻ കഅബ് അൽ അസ്ലമി റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹം പ്രവാചകനോട് വന്ന് ചോദിക്കുന്നുണ്ട്, പ്രവാചകരെ, എനിക്ക് സ്വർഗത്തിൽ അങ്ങയുടെ സാമീപ്യം വേണം, അതിനെന്താണ് ഞാൻ ചെയ്യേണ്ടത്? ആ ഹദീസിന്റെ ചുരുക്കം അതിൽ പറയാൻ, നീ സുജൂദുകൾ വർദ്ധിപ്പിക്കുക. അപ്പൊ ഫറള് നമസ്കാരത്തിന് പുറമെ സ്ഥിരപ്പെട്ട സുന്നത്ത് നമസ്കാരങ്ങൾ ഉണ്ടല്ലോ, സ്ഥിരപ്പെട്ടതായിരിക്കണം. വെറുതെ അങ്ങ് ഓരോ ആളുകളും ഓരോ രൂപത്തിൽ പലരും നമസ്കരിക്കാറുണ്ട്, അത് പാടില്ല. അള്ളാന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പഠിപ്പിച്ചിട്ടുണ്ടോ എന്ന് കൃത്യമായിട്ട് ആലോചിക്കണം. അങ്ങനെയുള്ള നമസ്കാരങ്ങൾ നമ്മൾ ചെയ്യുക.
സഹീഹ് മുസ്ലിമിന് 489 വചനമാണ്. മറ്റൊന്ന് പറയുമ്പോൾ ഇപ്പോൾ ഹജ്ജിന്റെ സമയമാണല്ലോ, ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും ഹാജിമാർ എത്തി തുടങ്ങി. അപ്പോൾ ഹജ്ജ് എന്ന് പറയുമ്പോൾ ഹജ്ജിന്റെ പ്രതിഫലം സ്വർഗമാണ്. അൽ ഹജ്ജുൽ മബ്റൂർ ലൈസ ലഹു ജസാഉൻ, ഹജ്ജിന് മബ്റൂറായ ഹജ്ജിന് പ്രതിഫലമില്ല ഇല്ലൽ ജന്ന, സ്വർഗമല്ലാതെ എന്നാണ്. മബ്റൂറായ ഹജ്ജ് എന്താ? ഈ മബ്റൂറായ ഹജ്ജ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ആളുകൾ പറയും മബ്റൂറായ ഹജ്ജ്, മഖ്ബൂലായ ഹജ്ജ്. മബ്റൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രവാചകന്റെ സുന്നത്തനുസരിച്ചുള്ള ഹജ്ജ്, അതാണ് മബ്റൂറായ ഹജ്ജ്. അതിന്റെ മലയാള ഭാഷാന്തരം പുണ്യകരമായ ബിർ, മബ്റൂർ എന്ന് പറഞ്ഞാൽ അതാണ് അർത്ഥം. പക്ഷേ പ്രവാചകന്റെ സുന്നത്തനുസരിച്ചിട്ടുള്ള ഹജ്ജ്, പ്രവാചകൻ എപ്പോഴാണോ കല്ലെറിഞ്ഞത്, എങ്ങനെയാണോ കല്ലെറിഞ്ഞത്, എത്ര കല്ലാണോ എറിഞ്ഞത്, ആദ്യം ഏത് ജംറയിലാണോ എറിഞ്ഞത്, ഇങ്ങനെയൊക്കെയുള്ള ഹജ്ജ് എന്നുള്ളത്. ഞാനിത് പറയുന്നത് ഇപ്പം ആരോഗ്യമുണ്ട്, സമ്പത്തുണ്ട്, ഇവിടുന്ന് ഹജ്ജിന് പോകാൻ എത്ര വേണം? 10,000 റിയാൽ ഉണ്ടെങ്കിൽ ഒരാൾക്ക് ഹജ്ജ് ചെയ്യാം. ഒരു 10,000 റിയാൽ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഹജ്ജിന് പോകാം. അപ്പോൾ പ്രായപൂർത്തിയായി, ആരോഗ്യമുണ്ട്, അങ്ങോട്ട് ഹജ്ജിന് പോകാൻ കഴിയും. വേറെയുള്ള അത്യാവശ്യമുള്ള ബാധ്യതകൾ, സാമ്പത്തിക തടസ്സങ്ങൾ, വലിയ നിർബന്ധമായ ബാധ്യതകളൊന്നും ഇല്ല എങ്കിൽ ഹജ്ജിന് പോകേണ്ടതുണ്ട്. അത് നമ്മൾ ചിന്തിക്കുക. ഇപ്പൊ ഇന്ന് പോലും ഇവിടെ ഖുതുബയിലൊക്കെ പറയണ്ടായി ഹജ്ജ് ഉദ്ദേശിക്കുന്ന ആളുകൾ വേഗത്തിൽ ചെയ്യട്ടെ എന്നുള്ളതാണ്. അപ്പോൾ അത് ആരോഗ്യം ഉണ്ടായിട്ട്, സമ്പത്ത് ഉണ്ടായിട്ട് അത് ചെയ്യാതെ മരിച്ചു പോയാൽ എന്തായിരിക്കും അവസ്ഥ? അപ്പോൾ ഹജ്ജ് എന്ന് പറയുന്നത് സ്വർഗം നേടിത്തരുന്ന കാര്യമാണ്. സഹോദരങ്ങളെ, ഞാൻ ആവർത്തിച്ച് പറയുന്നു, ഇങ്ങനെ പരശതം കാര്യങ്ങൾ, സ്വർഗം നേടി തരുന്ന കാര്യങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതൊക്കെ നേടണമെങ്കിൽ ഒന്നാമതായിട്ട് ഈമാന് വേണം എന്ന് നമ്മൾ പറഞ്ഞല്ലോ. രണ്ടാമതായിട്ട് ഇഖ്ലാസ് വേണം. മൂന്നാമതായിട്ട് പ്രവാചകന്റെ ചര്യക്കനുസൃതമായിരിക്കണം എന്നുള്ളതാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് ഉമ്മു ഹബീബ റളിയല്ലാഹു തആല അൻഹ പ്രവാചകന്റെ പത്നി പറയുകയുണ്ടായി, ഒരാൾ ദിവസം 12 റക്അത്ത് ഐച്ഛികമായിട്ടുള്ള സുന്നത്തായിട്ടുള്ള റവാത്തിബ് സുന്നത്തുകൾ നമസ്കരിച്ചാൽ അവന് സ്വർഗത്തിലൊരു ഭവനം പണിയും എന്നുള്ളതാണ്. ഇമാം തിർമിദി പോലെയുള്ള പല ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലും അത് നമുക്ക് കാണാൻ കഴിയും. ഇമാം മുസ്ലിം തന്നെ ഉദ്ധരിച്ചിട്ടുണ്ട് ആ വചനം. അതുപോലെ തന്നെ സയ്യിദുൽ ഇസ്തിഗ്ഫാർ മുമ്പ് നമ്മൾ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. പാപമോചന പ്രാർത്ഥനകളിലെ ഏറ്റവും നല്ല, ഏറ്റവും മികച്ചൊരു പ്രാർത്ഥനയാണത്. അത് നമ്മൾ ശീലമാക്കുക. അതുപോലെ തന്നെ മദീനയിൽ അള്ളാഹുവിൻ്റെ റസൂല് മക്കത്തുനിന്ന് വന്ന് മദീനയിൽ വന്നിട്ട് ആദ്യമായി പറഞ്ഞ കാര്യം എന്താ? മദീനയിൽ ആദ്യം വന്നിട്ട് പറഞ്ഞ കാര്യം, യാ അയ്യുഹന്നാസ്, അലയോ ജനങ്ങളെ, അഫ്ശുസ്സലാമ ബൈനക്കും, നിങ്ങൾക്കിടയിൽ സലാം വ്യാപിപ്പിക്കുക, വഅത്ഇമുത് തആം, ഭക്ഷിപ്പിക്കുക, ജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് പാവപ്പെട്ട ആളുകൾക്ക്. വസല്ലു ബില്ലൈൽ വന്നാസു നിയാം, ജനങ്ങൾ ഉറങ്ങിക്കൊണ്ടിരിക്കെ എഴുന്നേറ്റ് നമസ്കരിക്കുക. രാത്രി നമസ്കാരത്തെ കുറിച്ചാണ് പറയുന്നത്. ഈ കാര്യങ്ങളുണ്ടെങ്കിൽ തദ്ഖുലുൽ ജന്നത ബിസലാം, സമാധാനത്തോടുകൂടെ നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാം എന്നുള്ളതാണ്. ഒരു സഹോദരിയെ സംബന്ധിച്ചിടത്തോളം പ്രവാചകന്റെ വചനത്തിൽ കാണാം, ഇദാ സല്ലത്തിൽ മർഅതു ഖംസഹ, ഒരു സ്ത്രീ അവൾ 5 നേരം നമസ്കരിക്കുകയാണ്, വസ്വാമത് ശഹ്റഹ, അതുപോലെ റമദാനിൽ നോമ്പനുഷ്ഠിക്കുകയാണ്, വഹസ്വരത് ഫർജഹ, അവളുടെ ജനനേന്ദ്രിയം ഏറ്റവും സൂക്ഷ്മതയോടുകൂടെ അത് ആ വിഷയത്തിൽ അവൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ, തന്റെ ഭർത്താവിനെ നല്ല കാര്യങ്ങളിൽ അനുസരിച്ചാൽ, അവളോട് പറയും ഖീല ഉദ്ഖുലിൽ ജന്ന, നീ സ്വർഗത്തിൽ പ്രവേശിച്ചോ. മറ്റൊരു റിപ്പോർട്ടിൽ മിൻ അയ്യി അബ്വാബിൽ ജന്നതി ശിഅതി, നീ ഉദ്ദേശിക്കുന്ന സ്വർഗത്തിന്റെ ഏത് കവാടത്തിലൂടെയും നിനക്ക് പ്രവേശിക്കാം എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾക്ക് 3 പെൺമക്കൾ ഉണ്ടായി. ഇതൊക്കെ നിങ്ങൾ കേട്ടതായിരിക്കുമെങ്കിലും, മൻ കുന്നലഹു സലാസു ബനാത്ത്, 3 കുട്ടികളുണ്ടായി, പെൺകുട്ടികൾ. ഔ അല്ലെങ്കിൽ സലാസു അഖവാത്ത്, 3 സഹോദരിമാരുണ്ടായി. എന്നിട്ടോ ഫത്തഖല്ലാഹ്, ആ പെൺകുട്ടികളുടെ വിഷയത്തിൽ അല്ലെങ്കിൽ പെങ്ങന്മാരുടെ വിഷയത്തിൽ അള്ളാനെ സൂക്ഷിച്ചു എന്ന് പറഞ്ഞാൽ അവരോടുള്ള
ബാധ്യതകളൊക്കെ നിറവേറ്റി അവർക്ക് സംരക്ഷണം നൽകി, വസ്ത്രം നൽകി, പാർപ്പിടം നൽകി, ഭക്ഷണം നൽകി, വഅഖാമ അലൈഹിന്ന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിർവഹിച്ചു എങ്കിൽ കാന മഈ ഫിൽ ജന്ന അവർ അങ്ങനെയുള്ള വ്യക്തി എൻ്റെ കൂടെ സ്വർഗത്തിലാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്ന് മാത്രമല്ല അവിടുത്തെ ചൂണ്ടുവിരലും അവിടുത്തെ ഈ മധ്യത്തിലുള്ള വിരലും അടുപ്പിച്ച് പിടിച്ചുകൊണ്ട് പ്രവാചകൻ അങ്ങനെ പഠിപ്പിച്ചു എന്നാണ്. അത് സിൽസിലത്തുൽ അഹാദീസ് സ്വഹീഹ എന്ന് പറയുന്ന ഗ്രന്ഥത്തിലെ 295 വചനമാണ്. അതുപോലെ പ്രിയമുള്ളവരെ, ഇപ്പോൾ മരണം സംഭവിക്കുമല്ലോ. അപ്പോൾ ഒരാൾക്ക് അയാളുടെ സന്താനങ്ങളിൽപ്പെട്ട കുട്ടികൾ മരണപ്പെടുകയാണ്. അങ്ങനെ മരണം സംഭവിച്ചാൽ അതിൻ്റെ പേരിൽ ഈമാനോടുകൂടെ ക്ഷമ പാലിച്ചാൽ സ്വർഗം കിട്ടുമെന്നാണ്. അപ്പോൾ ഒരു സ്ത്രീ എഴുന്നേറ്റ് നിന്ന് ചോദിച്ചു, പ്രവാചകരെ, അവിസ്നാൻ 2 കുട്ടികൾ മരിച്ച സ്ത്രീക്ക് ഇങ്ങനെ സ്വർഗം കിട്ടുമോ, അല്ലെങ്കിൽ ആ കുട്ടിയുടെ രക്ഷിതാവിന് സ്വർഗം കിട്ടുമോ എന്നാണ്. അപ്പോൾ പ്രവാചകന് പറഞ്ഞു, വസ്നാൻ 2 കുട്ടികളാണെങ്കിലും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, രോഗിയെ സന്ദർശിക്കുക. ഞാൻ ആ ഹദീസൊന്നും വായിക്കുന്നില്ല. ഒന്ന് രോഗിയെ സന്ദർശിക്കുക, മറ്റൊന്ന് തൻ്റെ സഹോദരനെ സന്ദർശിക്കുക. തൻ്റെ സഹോദരനെ, ഒരു വിശ്വാസിയായിട്ടുള്ള ഒരു സഹോദരനെ സന്ദർശിക്കുക. ദീർഘനാളായി കണ്ടിട്ട് അപ്പോൾ പോയി ഒന്ന് കാണുക, സലാം പറയുക, കാര്യങ്ങൾ നല്ല നിലയിൽ ഇടപെടുക. അങ്ങനെയുള്ള വ്യക്തി ആ മനുഷ്യൻ അങ്ങനെ സന്ദർശനത്തിന് പോകുമ്പോൾ നാദാഹു മുനാദിൻ അൻ തിബ്ത വത്വാബ മംശാക്, നീ നന്മ ചെയ്തു, നിന്റെ നടത്തം തന്നെ വളരെ വിശിഷ്ടമായിരിക്കുന്നു എന്നാണ്. മൻസിലൻ മിനൽ ജന്ന, സ്വർഗത്തിൽ നിന്ന് ഒരു ഭവനം തന്നെ നീ തയ്യാറാക്കി എന്നുള്ളതാണ്. അപ്പോൾ രോഗിയെ സന്ദർശിക്കുക, അതുപോലെ സഹോദരൻ സന്ദർശിക്കുക. അതോടൊപ്പം തന്നെ പ്രിയമുള്ളവരെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരിക്കൽ ഒരു മനുഷ്യൻ സ്വർഗത്തിൽ പോയി. അപ്പോൾ എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് സ്വർഗത്തിൽ പോകാനുള്ള കാരണമെന്ന് അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു. അപ്പോൾ അദ്ദേഹം പറയാണ്, ഇന്നി കുന്തു ഉബായിഉന്നാസ്, ഞാൻ ജനങ്ങൾക്ക് കച്ചവടം നടത്തുന്ന വ്യക്തിയായിരുന്നു. ഫകുന്തു ഉൻലിറുൽ മുഅ്സിറ, സാമ്പത്തിക ദുരിതം അനുഭവിക്കുന്ന ആളുകൾക്ക് ഞാൻ സാവകാശം നൽകുമായിരുന്നു. കടം നൽകുക, എന്നിട്ട് അവർക്ക് സാധിക്കുമ്പോൾ തരട്ടെ എന്നുള്ള ഒരു കാഴ്ചപ്പാടുകാരനായിരുന്നു. അങ്ങനെ അവർ പറഞ്ഞ അവധിയൊക്കെ കഴിഞ്ഞിട്ടും വീട്ടാൻ കഴിയില്ല എങ്കിൽ അത് ഞാൻ വിട്ടുകൊടുക്കും, കുഴപ്പമില്ല, നിങ്ങളത് തരേണ്ടതില്ല. അതിൻ്റെ പേരിൽ എല്ലാ ചൂഷണങ്ങൾക്ക് വിധേയമാണെന്നല്ല പറയുന്നത്. വളരെ നിർധനരായ, ആ പണം അടക്കാൻ കഴിയാത്ത സാധുക്കളായ ആളുകളുണ്ടാകുമല്ലോ, അവർക്ക് വിട്ടുകൊടുത്താൽ എങ്ങനെ അള്ളാഹിൻ്റെ പ്രതിഫലം ഓർത്തുകൊണ്ട് ഫഗ്ഫിർ ലഹു, അവൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെടുമെന്നാണ്. അത് സഹീഹ് മുസ്ലിമിൽ 1560 നമ്പർ വന്നിട്ടുള്ള അവസാനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ ചുരുക്കുകയാണ്. മഹാനായിട്ടുള്ള അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പ്രവാചകന്റെ സദസ്സിലുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുകയാണ്. നബി ചോദിച്ചു, ആരാണ് മൻ അസ്ബഹ മിൻകുമുൽ യൗമ സ്വായിമ, നിങ്ങളുടെ കൂട്ടത്തിൽ ഇന്ന് നോമ്പുകാരാരാണ്? അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഞാൻ നോമ്പ് നോറ്റിട്ടുണ്ട്, അനാ എന്ന് പറഞ്ഞു. ആരുണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ? ഫമൻ തബിഅ മിൻകും ജനാസതൻ, ഒരു മയ്യത്തിനെ പിൻപറ്റിയിട്ടുള്ള ആളാരാണ്? ആരെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ? അദ്ദേഹം എഴുന്നേറ്റ് ഞാൻ പിൻപറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ആരെങ്കിലും സാധുക്കൾക്ക്, പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകിയിട്ടുണ്ടോ? അപ്പോഴും അദ്ദേഹം ഞാൻ എന്ന് പറയേണ്ടായി. ആരെങ്കിലും രോഗിയെ സന്ദർശിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ എന്ന് പറഞ്ഞു അദ്ദേഹം. നിങ്ങൾ നോക്കൂ, ഒരു മനുഷ്യൻ എന്തെല്ലാം നന്മകളാ ചെയ്യുന്നത്. ഈ 4 കാര്യങ്ങളും പറഞ്ഞപ്പോൾ പ്രവാചകന് പറഞ്ഞു, മജ്തമഅന ഫീ ഇംരിഇൻ, ഏതൊരു വ്യക്തിയിലാകട്ടെ, അബൂബക്കർ സിദ്ദീഖിന് മാത്രമുള്ള ഒരു ശ്രേഷ്ഠതയല്ല, മജ്തമഅന ഫീ ഇംരിഇൻ, ഏതൊരു വ്യക്തിക്കാകട്ടെ ഈ കാര്യങ്ങളൊക്കെ ഒരുമിച്ച് കൂടുന്നത്, അതൊരു സ്ത്രീയാകാം പുരുഷനാകാം, ഇല്ലാ ദഖലൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശിക്കാതിരിക്കുകയില്ല എന്നുള്ളതാണ്. വേറെയും കുറേ കാര്യങ്ങളുണ്ട്, സമയദൈർഘ്യം ഭയന്നുകൊണ്ട് ചുരുക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല
ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുവാനും പരമാവധി സൂക്ഷ്മതയോടുകൂടെ ജീവിതത്തിൽ പകർത്തുവാനും അങ്ങനെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന തൃപ്തിപ്പെടുന്ന ഒരു ജീവിതം നയിക്കുവാനും നാം ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. റഹ്മാനായ നാഥ, നിന്റെ റഹ്മത്ത് കൊണ്ട് മഹത്തായ ഫള് കൊണ്ട് ഞങ്ങളുടെ പാപങ്ങൾ നീ പുറത്തു മാപ്പാക്കി തരണമേ. റഹ്മാനായ നാഥ, അർഹമുറാഹിമിനായ നാഥ, ലോകത്ത് ഫലസ്തീനിലും ഗസയിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കഷ്ടപ്പെടുന്ന ദുരിതമനുഭവിക്കുന്ന മുസ്ലിം സഹോദരങ്ങൾ, അവർക്ക് സമാധാനം നൽകണമേ റഹ്മാനെ. അവർക്ക് സ്വതന്ത്രമായി ജീവിക്കുവാനുള്ള ഒരു സാഹചര്യം നീ സൃഷ്ടിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, അക്രമികളായിട്ടുള്ള ആളുകളെ നീ തകർക്കണമേ റഹ്മാനെ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. സ്വല്ലല്ലാഹു വസല്ലമ അലാ നബിയിനാ മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.